എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 തന്നെ നടന്ന ഒരു എക്സാമിൻ്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? സ്യൂഡോനിം. എങ്ങനെയാണ് അത് എഴുതുകയെന്ന്, അതിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ആൻസർ ബി ആണ്. PSEUDONYM, pseudonym. Next question. Use an appropriate article. Yesterday I bought dash yellow shirt. ആൻസർ എ ആണ്. എ യെല്ലോ ഷർട്ട്. ഒരു യെല്ലോ ഷർട്ടാണ് നമ്മൾ വാങ്ങിയത്. യെസ്റ്റർഡേ ഐ ബോട്ട് എ യെല്ലോ ഷർട്ട്. Next question. Find out one word for emergency procedure to revive someone to consciousness. Answer D ആണ്. Resuscitation. Next question. Complete the following sentences using a suitable preposition. ഇതിൽ 84th ക്വസ്റ്റ്യൻ അവർ ഡിലീറ്റ് ചെയ്തതാണ്. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, കയോട്ടിക് സിറ്റുവേഷൻ എന്നാണ് ഇതിനെ വായിക്കുന്നത്. കയോട്ടിക് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചെങ്കിൽ തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് ആണ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസസ്. സെലിൻ സെഡ് ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് കോഫി എവറി മോർണിംഗ്. ആൻസർ ഡി ആണ്. സെലിൻ സെഡ് ദാറ്റ് she drinks a cup of coffee every morning. Identify the underlined words with correct parts of speech. We had an expensive and delicious dinner at Italian restaurant. റെസ്റ്റോറൻറ്റിൻ്റെ സവിശേഷതയാണ് അല്ലേ? അപ്പൊ ഇത് എന്തായിട്ട് വരും? അഡ്ജക്റ്റീവ് ആയിട്ട് വരും. നൗണിന്റെ വിശേഷണമായിട്ട് വരുന്നത് അഡ്ജക്റ്റീവ്. Next question. Choose the correct question tag. None of the family members have come to the party. ആരും വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ടാഗ്? എങ്ങനെ വരും? Have they. C ആണ് ആൻസർ. Next question. Complete the following sentences using a suitable phrasal verb meaning postpone. The committee voted to dash the proposal for further consideration. Answer D ആണ്. Stand over. The committee voted to stand over the proposal for further consideration. Find out the meaning of the idiom underlined. She refused to be led by the nose. Answer B ആണ്. To be submissive. Next question. Which of the following words is opposite to the word petrified? പെട്രിഫൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്രേവ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളമാണ്. ശരിയായ പദം കണ്ടെത്തുക. അതിഥി എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? ആൻസർ സി ആണ്. അതിഥി. ഇതാണ് ഇങ്ങനെയാണ് എഴുതുക. നീചം എന്ന പദത്തിന്റെ വിപരീതം. നീചം ഉച്ചം. ഉച്ച നീചങ്ങൾ എന്നാണ് പറയുക. ഉച്ചം നീചം. അതിന് കാലത്തിന് യോജിച്ചത് ഒറ്റപ്പദം ഏത്? ആൻസർ ബി ആണ്. കാലോചിതം. രക്തം പര്യായ പദം ഏത്? രക്തം. നിണം, രക്തം, രുധിരം എന്നൊക്കെ രക്തത്തിന്റെ പര്യായാണ്. അപ്പൊ രുധിരം എന്നുള്ളതാണ് ഇതില്. എള്ളു കീറുക ശൈലിയുടെ അർത്ഥം എന്താണ്? കർശനമായി പെരുമാറുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. എള്ളു കീറുക എന്ന് പറഞ്ഞാൽ എള്ളിനെ കീറാൻ പറ്റില്ല, പക്ഷെ അത്രയ്ക്കും കണിശമായിട്ട് എന്നുള്ള കാര്യമാണ് പറയണത്. അപ്പൊ കർശനമായി പെരുമാറുക എന്നതാണ് അർത്ഥമാക്കുന്നത്.
സിംഹി പുല്ലിംഗ പദം ഏത്? ആൻസർ എ ആണ്, സിംഹം, സിംഹി. പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ ഏത്? പ്രൊബേഷൻ പറഞ്ഞ നിരീക്ഷണ ഘട്ടം അല്ലെ? പ്രൊബേഷണറി പീരീഡ് കഴിഞ്ഞിട്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താന്നുള്ളത് അറിയില്ല അല്ലെ? അത് നിരീക്ഷണ ഘട്ടാണ് പ്രൊബേഷനിലുള്ള പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരികടോ പിരിച്ചെഴുതുക. വരിക പ്ലസ് എടോ, വരികടോ. പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം ഇതിലേതാണ്? വൈദ്യർ അല്ലെ? പൂജക ബഹുവചനം വൈദ്യർ. വിൺ പ്ലസ് സ്ഥലം ചേർത്തെഴുതുക. വിൺ പ്ലസ് സ്ഥലം വിണ്ടലം. എ ആണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.